നിനക്ക് അപ്പനോട് ദേഷ്യണ്ടാ? അല്ല, നോക്കണ്ട കാലത്തൊക്കെ അപ്പ ശരിക്കും നിന്നെ വൈദ്യർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നേരാമണ്ണം പത്തി നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും. മലയാള സിനിമ നമുക്ക് സമ്മാനിച്ച ഒരുപാട് നടന്മാരുണ്ട്. അതിൽ ചിലർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് പകരം മറ്റാരെയും ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ കഴിയില്ലെന്ന്. ഇന്നസെൻ്റ് എന്ന നടനും മലയാളത്തിന് അങ്ങനെയായിരുന്നു. മാനാർ മത്തായിയും കിട്ടുണ്ണിയും കെ ജോസഫും ഡോക്ടർ പശുപതിയും സ്വാമിനാഥനും തുടങ്ങി അദ്ദേഹം സ്ക്രീനിൽ മനോഹരമാക്കിയ ഓരോ കഥാപാത്രവും ഇന്നസെൻ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു റീലായി കടന്നു പോകും. ഇന്നസെൻ്റ് എന്ന പേര് കേട്ടാൽ മലയാളികളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒട്ടേറെ തമാശകളും ഭാവങ്ങളും സംഭാഷണങ്ങളുമാണ്. അത്രയ്ക്ക് ആത്മബന്ധം ഇന്നച്ചനുമായി മലയാളികൾക്ക് ഉണ്ടായിരുന്നു. ഇന്നസെൻ്റിൻ്റെ ഓരോ നോട്ടവും ഭാവവും സംഭാഷണ രീതിയുമെല്ലാം മലയാളികൾക്ക് മനഃപാഠമായിരുന്നു. പേരിലുള്ള നിഷ്കളങ്കത സിനിമയ്ക്ക് പുറത്തെ തൻ്റെ സംഭാഷണങ്ങളിലും ഫലിപ്പിക്കാൻ ഇന്നസെൻ്റ് ശ്രമിക്കാറുണ്ടായിരുന്നു. ആ അദ്ദേഹത്തോടൊപ്പം മലയാളികൾ ചിരിച്ചത് നീണ്ട 50 വർഷങ്ങളാണ്. ഇരിങ്ങാലക്കുടക്കാരൻ തെക്കേത്തല വറീദിൻ്റെ 8ാം ക്ലാസ്സുകാരനായ മകൻ നർമ്മത്തിൽ ഫുൾ A+കാരനായ കഥ സിനിമയെ പോലും വെല്ലുന്നതായിരുന്നു. കോടമ്പാക്കത്തെ കണ്ണീരും കയ്പും നിറഞ്ഞ കാലം താണ്ടിയാണ് ഇന്നസെൻ്റ് എന്ന വ്യക്തി സിനിമയുടെ വെള്ളി വെളിച്ചത്തിലെത്തുന്നത്. 1972 നൃത്തശാല എന്ന ചിത്രത്തിൽ പത്രക്കാരൻ്റെ വേഷം ചെയ്തായിരുന്നു തുടക്കം. സിനിമയിൽ പിന്നീട് അവസരങ്ങളൊന്നും കിട്ടാതായപ്പോൾ തീപ്പെട്ടി കമ്പനിയും ലെതർ ബാഗ് കച്ചവടവുമൊക്കെ അദ്ദേഹം പരീക്ഷിച്ചു. പക്ഷേ അവയൊന്നും മെച്ചപ്പെട്ടില്ല. ഒടുവിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങി. സ്വന്തമായി നിർമ്മിച്ച ഇളക്കങ്ങളിലെ കറവക്കാരൻ്റെ വേഷം ജീവിതത്തിൽ വഴിത്തിരിവായി. ഒടുവിൽ 1989 റാംജി റാവു സ്പീക്കിംഗ് ഇറങ്ങിയതോടെ മലയാളിക്ക് ചിരിയുടെ മറുപേരായി ഇന്നസെൻ്റ് മാറുകയായിരുന്നു. സവിശേഷമായ ശരീരഭാഷയും തൃശ്ശൂർ ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെൻ്റിൻ്റെ സവിശേഷതകളായിരുന്നു. അഭിനയ ജീവിതം ആരംഭിക്കുമ്പോൾ വർഷം 3 സിനിമകൾ മാത്രമായിരുന്നു ഇന്നസെൻ്റ് ചെയ്തത്. എന്നാൽ 90കളായപ്പോഴേക്കും കഥ മാറി. വർഷം 40 ചിത്രങ്ങളിൽ വരെ ഇന്നച്ചൻ അഭിനയിച്ചു. ജീവിതത്തിൽ കണ്ടുമുട്ടിയ മുഖങ്ങളെല്ലാം ഇന്നസെൻ്റ് കഥാപാത്രങ്ങളിലേക്ക് പകർത്തി. പൊന്മുട്ടയിടുന്ന താറാവ്, കിലുക്കം, മിഥുനം, കല്യാണരാമൻ തുടങ്ങി മലയാളക്കര ഇന്നും ഓർത്തോർത്ത് ചിരിക്കുന്ന മിക്ക കോമഡി രംഗങ്ങളും അദ്ദേഹത്തിൻ്റെ തന്നെ സംഭാവനകളായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ജയറാം, സുരേഷ് ഗോപി തുടങ്ങി മുൻനിര താരങ്ങൾക്കൊപ്പം സുഹൃത്തായും സഹോദരനായും അച്ഛനായും എല്ലാം ഇന്നസെൻ്റ് തിളങ്ങി. അവതരിപ്പിച്ച കഥാപാത്രങ്ങളെപ്പോലെ ജീവിതത്തിലും നർമ്മം കൊണ്ടു നടന്ന ആളാണ് ഇന്നസെൻ്റ്. അതുകൊണ്ട് തന്നെയാണ് ഏവരും പതറിപ്പോകുന്ന ഒരു രോഗത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ഇന്നസെൻ്റ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയതും. സിനിമയ്ക്ക് പുറത്ത് അദ്ദേഹം പറഞ്ഞതൊന്നും വെറും നർമ്മമായിരുന്നില്ല. ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ദർശനങ്ങളൊക്കെ നർമ്മത്തിൻ്റെ ചെറിയ ചിമിഴുകളിൽ ഒളിപ്പിച്ച് അദ്ദേഹം അവതരിപ്പിക്കുകയായിരുന്നു. ആ നർമ്മങ്ങൾ ഒപ്പമുള്ളവർക്ക് തമാശയും ചിന്തയും സമ്മാനിച്ചിരുന്നു. നടൻ എന്ന നിലയിൽ മാത്രമല്ല, മികച്ച രാഷ്ട്രീയക്കാരനും കൂടിയാണ് താനെന്ന് ഇന്നസെൻ്റ് തെളിയിച്ചിരുന്നു. 2014 ഇടത് സ്വതന്ത്രനായി ലോക്സഭയിലേക്ക് എത്തി. പാർലമെൻറ്റിൽ മലയാളത്തിൽ പ്രസംഗിച്ചും അർബുദ രോഗികൾക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുമൊക്കെ MP ആയും ശ്രദ്ധേയനായി. 5 പതിറ്റാണ്ടിൻ്റെ ചലച്ചിത്രയാത്ര അവസാനിപ്പിച്ച് ഇന്നസെൻ്റ് എന്ന അതുല്യ പ്രതിഭ കടന്നുപോയപ്പോൾ ബാക്കിയായത് ഒരു വലിയ ചിരിയായിരുന്നു. തമാശകൾ പറഞ്ഞുകൊണ്ട് ഇന്നസെൻ്റ് ചിരിക്കുമായിരുന്ന അതേ ചിരി. അനശ്വരങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് എക്കാലത്തും ചിരിയുടെ പൂത്തിരി പകർന്ന വിഖ്യാത നടൻ. താൻ സമ്മാനിച്ച കഥാപാത്രങ്ങളിലൂടെ പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിലൂടെ ഓരോ മലയാളികളുടെയും മനസ്സിൽ എന്നും ജീവിക്കും. പക്ഷെ അവളെ കൊണ്ടുപോയപ്പോ മോനായിട്ട് എനിക്ക് നിന്നെയാണല്ലോ തന്നിട്ട് പോയത്. അതുകൊണ്ട് എനിക്കിപ്പോ വീണ്ടും കർത്താവിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു.